കുന്നംകുളം പഴഞ്ഞി എം.ഡി കോളേജിന് സമീപമുള്ള വീട്ടിൽ 4 കുടുംബത്തിന്റെ കൂട്ട ആത്മഹത്യാ ശ്രമം. പിതാവും മകളും മരിച്ചു. പഴഞ്ഞി അരുവായി എം.ഡി കോളേജിന് സമീപത്ത് താമസിക്കുന്ന മാടക്കപ്പറമ്പിൽ സിബി, മകൾ അലീന എന്നിവരാണ് മരിച്ചത്. ഭാര്യ ബീന, മകൻ ആദിത്യൻ എന്നിവരെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ തൃശൂരിൽ നിന്നും ഭരിത പ്രതാപ് നൽകും. ജീന കുന്നംകുളം പഴഞ്ഞിയിലാണ് നാടിനെ നടുക്കിയ ഈ ഒരു കൂട്ട ആത്മഹത്യാ ശ്രമം ഉണ്ടായിരിക്കുന്നത്. കുന്നംകുളം പഴഞ്ഞി എം.ഡി കോളേജിന് സമീപമുള്ള വീട്ടിലാണ് കൂട്ട ആത്മഹത്യാ ശ്രമം നടന്നത്. ഇതിൽ പിതാവും മകളും മരിച്ചതായാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. പഴഞ്ഞി അരുവായി എം.ഡി കോളേജിന് സമീപത്ത് താമസിക്കുന്ന കുടുംബമാണ് ഇങ്ങനെ ഒരു ആത്മഹത്യാ ശ്രമത്തിലേക്ക് നീങ്ങിയത്. ഭാര്യ ബീന, അതുപോലെ തന്നെ മകൻ ആദിത്യൻ എന്നിവരെ അതീവ ഗുരുതരാവസ്ഥയിലാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്നലെ രാത്രിയോടെയാണ് സംഭവം നടന്നത് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ഭയപ്പാടോട് കൂടി ആ മകനാണ് പോലീസിനെ വിവരം അറിയിച്ചതെന്നാണ് അറിഞ്ഞത്. സിബിയെ കിണറ്റിലും മകൾ അലീനയെ വീടിനകത്ത് തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. ഭാര്യ ബീന, അതുപോലെ മകൻ ആദിത്യൻ എന്നിവരെ വിഷമുള്ളിൽ ചെന്ന നിലയിൽ അവശ നിലയിൽ തന്നെയാണ് കണ്ടെത്തിയത്. സംഭവത്തിൽ സിബിയുടെ ഭാര്യയും മകനും ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ നീങ്ങുകയാണ്. അതീവ ഗുരുതരാവസ്ഥയിലാണ് ഭാര്യയുടെ സ്ഥിതി ഇപ്പോഴുള്ളത്. വിദേശത്ത് ജോലി ചെയ്തിരുന്ന സിബി ജോലി നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് നാട്ടിലേക്ക് എത്തിയത് എന്നാണ് അറിഞ്ഞിരിക്കുന്ന വിവരം. ഏതാണ്ട് ഒരാഴ്ചയ്ക്കുള്ളിലാണ് അദ്ദേഹം നാട്ടിലെത്തിച്ചേർന്നത്. കടുത്ത സാമ്പത്തിക ബാധ്യതകളാണ് ഈ കൂട്ട ആത്മഹത്യയുടെ പ്രധാന കാരണമെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രാഥമിക വിവരം. വിവരം അറിഞ്ഞതിനെ തുടർന്ന് കുന്നംകുളം ഫയർ സ്റ്റേഷൻ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബെന്നി മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാ സേനാ സംഘം സ്ഥലത്തെത്തി കിണറ്റിൽ നിന്നും ഗൃഹനാഥന്റെ മൃതദേഹം പുറത്തെടുക്കുകയാണ് ചെയ്തത്. മരിച്ച മകളുടെയും ഗൃഹനാഥന്റെയും മൃതദേഹം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മാതാവിനെയും മകനെയും ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിച്ച് ചികിത്സ തുടരുകയാണ്. മകൻ അല്പം ഭേദപ്പെട്ടു എന്നാണ് നമുക്ക് അറിഞ്ഞിരിക്കുന്ന വിവരം. എന്നാൽ ഭാര്യ അതീവ നിലയിൽ തന്നെ ഇപ്പോഴും തുടരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ജീന.